യൂറോപ്പിലേക്ക് നോക്കിയാലോ വിചാരിച്ചാൽ കുറേ ആപ്ലിക്കേഷൻ കൊടുത്തു, വേറെ ഏജൻസി ത്രൂ കുറേ ആപ്ലിക്കേഷൻ കൊടുത്തു. പിന്നെ അതിന് നേരെ വരുന്ന ചെക്ക് റിപ്പബ്ലിക്കിൽ വേറൊരു ഏജൻസി ത്രൂ വിസക്കും വെച്ചു. ലാസ്റ്റ് എനിക്ക് റിജക്ഷനാണ് കിട്ടി. ആ ടൈം വരെ എനിക്ക് മാറൂഫ് കോൺടാക്റ്റ് ഉണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അവർ ചിലപ്പോൾ ആ ഏജൻസിക്കാരനെ കൂടുതൽ പറഞ്ഞു തരില്ല. ഞാൻ കൂടുതൽ മാറൂഫിനെ വിളിക്കുക. മാറൂഫ് ആസ് എ ഫ്രണ്ട് പോലെയാണ്, ഏജൻസി ഒരു ഏജൻറ്റ് പോലെയല്ല, ഒരു ഫ്രണ്ട് പോലെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. എൻ്റെ പേര് ഷിജിനി. ഞാൻ മലപ്പുറം നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഈ വർഷം ചെസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ MBA പഠിക്കാൻ പോകുന്നു. എൻ്റെ പേപ്പർ വർക്കൊക്കെ ചെയ്തത് സ്റ്റെഡ് വൈസ് ത്രൂ ആണ്. അതിനെ സഹായിച്ചത് എൻ്റെ ഏജൻറ്റ് മാറൂഫാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞത് മുതൽ തന്നെ എനിക്ക് പുറത്ത് പോയി പഠിക്കണം, അബ്രോഡ് സ്റ്റഡീസ് ഒരു ആഗ്രഹമായിരുന്നു ചെറുപ്പം മുതലല്ലേ. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ മുതൽ തന്നെ ഞാനും മാറൂഫും കോൺടാക്റ്റ് ഉണ്ട്. ഈ തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്തുകൊണ്ടും ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നതും അന്ന് മുതലേ ഞാൻ അങ്ങനെ പേപ്പർ ഇങ്ങനെ കൊടുത്തുകൊണ്ട് നിന്നിട്ടുണ്ട്, ആപ്ലിക്കേഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ട് നിന്നിട്ടുണ്ട്. ഞാൻ കുറേ ആപ്ലിക്കേഷൻ കൊടുത്തു. പിന്നെ അതിന് ശേഷം ഞാൻ വല്ല പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. കാരണം ഫിനാൻഷ്യലായിട്ടും ബാക്കി കാര്യങ്ങളായിട്ടും പിന്നെ ഞാൻ വല്ല ഡൗട്ടും കാര്യങ്ങൾക്കും ഏത് കാര്യങ്ങൾക്കും ഞാൻ വേറെ ഏജൻസി ത്രൂ പോയാലും മാറൂഫ് ആസ് എ ഫ്രണ്ട് പോലെയാണ്, ഏജൻസി ഒരു ഏജൻറ്റ് പോലെയല്ല, ഒരു ഫ്രണ്ട് പോലെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. അതിന് ശേഷം ലാസ്റ്റ് ആ റിജക്ഷൻ വന്നു. പിന്നെയാണ് ലാസ്റ്റ് ഫൈനലായിട്ട് ഞാൻ മോനെ വിളിച്ചിങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ റിജക്ഷനായി. ഇനി എന്താ ലാസ്റ്റ് പറഞ്ഞാൽ എനിക്കിങ്ങനെ പോകണം. ലാസ്റ്റ് നേരെ അവനെ വിളിച്ച് കാര്യം പറഞ്ഞു. ലാസ്റ്റ് ആണ് ഇത് പോകും, എനിക്കൊരു ഉറപ്പുണ്ട്. ഇതുവരെ എൻ്റെ കൂടെ ഉണ്ട്, പക്ഷേ ഇതുവരെ കൊടുത്തിട്ടൊന്നുമില്ല. ഇതുവരെ കൊടുക്കുക അത്ര 100% എനിക്ക് ഉറപ്പെന്ന് മാറൂഫാണ്. ആ രീതിക്ക് കൊടുത്തു. അങ്ങനെ ലാസ്റ്റ് അൽഹംദുലില്ലാ എനിക്ക് വിസ വന്നു. ഞാൻ അടുത്ത 1-ാം തീയതി പോവാം. പിന്നെ ഇതറിയാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാണ്, എനിക്ക് ഇവിടുന്ന് കിട്ടിയത് ഈ സ്റ്റെഡ് ബോയ്സിൻ്റെ ഭാഗത്തുനിന്നും എസ്പെഷ്യലി മാറൂഫിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയ സപ്പോർട്ട് വേറെ ആരുടെ ഭാഗത്തുനിന്നും ഞാൻ കുറേ ഏജൻസിയിൽ നമ്മൾ കുറേ ഫണ്ടായിട്ടും എല്ലാ രീതിക്കും ഇറക്കിയിട്ടുണ്ട്. ആരുടെ ഭാഗത്ത് എനിക്ക് കൂടുതൽ കിട്ടിയത് മാറൂഫിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇനിയിപ്പോൾ ഏത് തരത്തിൽ ആര് നോക്കുകയാണെങ്കിലും സ്റ്റെഡ് ബോയ്സിന് പിന്നെ മാറൂഫിനെ കോൺടാക്ട് ചെയ്താൽ 100% ഒരു ഉറപ്പും തരും. എത്തിക്കാൽ ഏത് മാർഗവും നോക്കും. അവൾ എനിക്ക് പറയാല്ലേ.